ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണേ. അപ്പേ ഞാൻ സ്ഥിരമായിട്ട് തുളസി നുള്ളുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ആ തുളസി നുള്ളുന്ന പറമ്പാണ് ദേ ഈ കാണുന്നത്. അപ്പോൾ ഒരു ചേച്ചി എനിക്കിട്ട ഒരു പാട്ടും കൂടി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ കേൾപ്പിച്ച് തരാവേ. പറമ്പിൻ്റൊടമസ്ഥൻ അത് വെട്ടിക്കളഞ്ഞു. ഒത്തില്ല ശിവനേ ഭയങ്കര ഭക്തിക്കാരിയ. കേട്ടോ, നല്ല പാട്ടാണ്. KS ചിത്ര ബാക്കിലേക്കും. അപ്പം അവർ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ആവശ്യത്തിന് അവർ ആ പറമ്പ് കൊത്തി റെഡിയാക്കി. അപ്പേ നമുക്ക് ഗുരുവായൂർ തുളസി കൊടുക്കാതിരിക്കാൻ പോകാൻ പറ്റില്ല. തുളസി കൊടുക്കാതെ പോവാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാ ബാ പോരി, തുളസിയല്ലേ ശാരി ഇല്ലെങ്കിൽ മേരി. പോരി. ഈ സമയമല്ല, ഞാൻ ലേറ്റ് ആയിപ്പോയി. എന്നും ഉറക്കം ഉണ്ടാവാറില്ലായിരുന്നു. ഇന്ന് ഞാൻ എഴുന്നേറ്റ് തന്നെ ലേറ്റ് ആവാനാണ്. അല്ല, ലേറ്റ് ആയിട്ടാണ്. ഒക്കെ കുടകൾ വെക്കുന്നുണ്ടല്ലോ ഞാൻ. ഇനി ഇവർ വെട്ടി തറച്ചാളുമ്പം അടുത്ത പാട്ട് പാടിയാൽ മതി കേട്ടോ. അതുവരെ ഇത് അവിടെ ഞാൻ കൊടുത്തോണ്ടിരുന്നത് നല്ല നാടൻ തുളസിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കൃഷ്ണ തുളസിയാട്ടോ. മാറ്റണ്ടേ. ഹൈ റേഞ്ചിലേക്കേ പോയുള്ളൂ, ലോ റേഞ്ചിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ വലിയ മരമായിട്ട് തന്നെ ഉണ്ട്. ഇഷ്ടം പോലെ നുള്ളാനും ഉണ്ട്. പക്ഷെ സമയം എനിക്കില്ല മോനെ. ഇത് രണ്ട് കൈയും കൂട്ടി വേണം തുളസി നുള്ളാൻ എന്ന് കേട്ടു. അതുകൊണ്ട് രണ്ട് കൈയും കൂടി കൂട്ടിയിട്ട് തന്നെ അയ്യോ തുളസി നുള്ളുന്നത്. ശിവനേ അവിടെ അല്ലേ. നമുക്ക് ഈ തുളസി എന്ന് പറയുന്നതൊക്കെ വലിയ പ്രശ്നമുള്ള കേസല്ല എൻ്റെ അമ്മ ചേച്ചിയെ. ഇവിടെ ഒരു കൊല വെട്ടാനുണ്ട്. എടാപ്പളാണെന്ന് കാണുന്നു. തുളസി നുള്ളാൻ വന്നേ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമായി. കൃഷ്ണ തുളസിയാട്ടോ, നമ്മുടെ ചുവന്ന കളറ് തുളസി ഇല്ലേ. തുളസി വ്യക്തമായിട്ട് കാണിച്ചിട്ട് നമ്മളെ സദാ തുളസിയല്ല. മാഷിത്ത മാഷിത്ത ഉമ്മച്ചിയെ ഞാൻ ഇവിടുന്ന് രണ്ട് തുളസി നുള്ളിക്ക്. സേർക്കാക്കനോട് പറഞ്ഞീനു. അത് ആരുടെ അമ്പലത്തിൽ കൊടുക്കാനാ?